ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് വീണ്ടും വിവാദത്തിൽപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹം കേന്ദ്രമന്ത്രിയും സിഖുകാരനുമായ മുൻ പഞ്ചാബ് മുഖ്യമന്ത്രി ബിയാൻ സിംഗിന്റെ കൊച്ചുമകനുമായ കേന്ദ്രമന്ത്രി രവനീത് സിംഗ് ബിട്ടുവിനെ അദ്ദേഹം ട്രൈറ്റർ ഫ്രണ്ട് എന്നാണ് പറഞ്ഞത്. ട്രൈറ്റർ എന്ന പദത്തിന്റെ അർത്ഥം രാജ്യദ്രോഹി എന്ന് വരെ സങ്കല്പിക്കാവുന്ന അല്ലെങ്കിൽ കരുതാവുന്ന അർത്ഥങ്ങൾ ട്രൈറ്റർ എന്ന വേർഡിനുണ്ട്. അല്ലെങ്കിൽ ചതിയൻ എന്ന് പറയാം. എന്ത് തന്നെയായാലും കോൺഗ്രസ് വിട്ട് BJP-യിലെത്തിയ സിഖുകാരനായ നേതാവിനെ ട്രൈറ്റർ എന്ന് പറഞ്ഞത് BJP-യിലെ സിഖ് നേതാക്കളെ സംബന്ധിച്ചിടത്തോളം BJP നേതാക്കൾക്കൊക്കെ തന്നെ അതിന് ശക്തമായ എതിർപ്പ് അവർ പ്രകടിപ്പിച്ചു കഴിഞ്ഞു. പാർലമെന്റിന്റെ അകത്ത് പ്രതിഷേധമിരിക്കുന്ന കോൺഗ്രസ് എംപിമാർ അവരുടെ ഇടയിൽ നിന്നാണ് അതിലൂടെ കടന്നു പോകുന്ന സമയത്താണ് ബിട്ടുവിനെ രാഹുൽ ഗാന്ധി ട്രൈറ്റർ ഫ്രണ്ട് എന്ന് വിളിച്ചത്. അദ്ദേഹം ഉടൻ തന്നെ താങ്കൾ രാജ്യദ്രോഹികളുടെ കൂടെയാണ് എന്ന് തിരിച്ച് ആക്ഷേപിക്കുകയും ചെയ്തു. അതിന് അദ്ദേഹം പറഞ്ഞു, നിരന്തരമായി ഇന്ത്യയുടെ പട്ടാളത്തെ വിമർശിക്കുന്ന ജോലിയാണ് രാഹുൽ ഗാന്ധി ചെയ്യുന്നത്, അതുകൊണ്ടാണ് താൻ തിരിച്ച് അങ്ങനെ മറുപടി പറഞ്ഞത് എന്നാണ് പറഞ്ഞത്. ഏതായാലും അത് വലിയൊരു പ്രതിഷേധം ഉളവാക്കിയിരിക്കുകയാണ്. കാരണം രാഹുൽ ഗാന്ധിയെ പോലത്തെ ഒരു വ്യക്തി കോൺഗ്രസ് വിട്ട് BJP-യിൽ ചേർന്ന ഒരാളെ ട്രൈറ്റർ എന്ന് വിളിക്കുന്നത്, പ്രത്യേകിച്ച് സിഖ് സമുദായത്തിൽപ്പെട്ട ഒരാളെ വിളിക്കുന്നത് സിഖുകാരെ മുഴുവൻ അപമാനിക്കുന്നതിന് തുല്യമാണെന്നാണ് BJP-യിലെ പ്രമുഖ സിഖ് നേതാക്കളൊക്കെ തന്നെ, കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി ഉൾപ്പെടെയുള്ള നേതാക്കൾ, അതുപോലെ തന്നെ നേരത്തെ ഡൽഹി പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷനായിരുന്ന അരവിന്ദ് ലവ്ലി അദ്ദേഹം BJP-യിൽ ചേർന്നു. അദ്ദേഹം അതുപോലെ നിരവധി നേതാക്കൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. അവർ ഇപ്പോൾ ഉന്നയിക്കുന്നത് 1984-ലെ സിഖ് വിരുദ്ധ കലാപമാണ്. കാരണം ഇന്ദിരാഗാന്ധി സിഖ് തീവ്രവാദിയായ ജർണൈൽ സിംഗ് ഭിന്ദ്രൻവാലിയെ സുവർണക്ഷേത്രത്തിൽ താമസിപ്പിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ഒടുവിൽ അദ്ദേഹത്തെ ഒഴിപ്പിക്കാൻ വേണ്ടി തന്നെ പട്ടാളത്തെ ഉപയോഗിച്ചുകൊണ്ട് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ നടത്തുകയായിരുന്നു. അങ്ങനെ അതിനുശേഷം ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിക്കുന്നു, സിഖ് വിരുദ്ധ കലാപം നടക്കുന്നു. അങ്ങനെ ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. സിഖുകാരെ ആക്ഷേപിക്കുകയാണ് രാഹുൽ ഗാന്ധി ചെയ്തത് എന്നാണ് ഇപ്പോൾ BJP ആരോപിക്കുന്നത്. അതോടുകൂടി തന്നെ രാഹുൽ ഗാന്ധി ഇപ്പോൾ വിവാദത്തിൽപ്പെട്ടിരിക്കുകയാണ്, കൂടുതൽ വിവാദത്തിൽപ്പെട്ടിരിക്കുകയാണ്.